ഹാർട്ടിൻ്റെ വേദന എന്ന് പറയുന്നത് മറ്റുള്ള വേദനകളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളതാണ്. അതൊരു വിമിഷ്ടം, നമുക്കൊരു അസ്വസ്ഥത എന്നൊക്കെ പറയില്ല, വിഷം, ഛർദ്ദിക്കാൻ വരിക, വയറിൻ്റെ അസ്വസ്ഥത, അതൊക്കെ ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസ് ആവാം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ആശിഷ് കുമാറാണ്, സീനിയർ ആൻഡ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് അറ്റ് മൈ ഹാർട്ട് കാർഡിയാക് സെന്റർ, കാലിക്കറ്റ്. സാർ, ഇപ്പോൾ ഈ ജിമ്മിലൊക്കെ നമ്മൾ കാണാറുണ്ട് യങ്ങായിട്ടുള്ള 20-25 ഇയേഴ്സ് ഉള്ളവരൊക്കെയാണ് കുഴഞ്ഞു വീണിട്ട് മരിക്കുന്നത്. അതൊക്കെ ഈ ഹാർട്ട്, അവർക്ക് സിംറ്റംസ് പോലും ഉണ്ടാവില്ല നെഞ്ചുവേദനയുടെ. എല്ലാ വേദനയും ഹാർട്ടിൻ്റെ വേദന ആയിക്കൊള്ളണമെന്നില്ല. ഡയബറ്റീസ് ഉള്ളവർ, സ്മോക്കിംഗ് ഉള്ളവർ, പ്രായം കൂടുതലുള്ളവർ, അവർക്കൊക്കെ ഇതിനുള്ള ചാൻസസ് കൂടും. സിനിമാ മേഖലയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു കലാഭവൻ നവാസ്. ആള് മരിച്ചത് ഒരു ഹോട്ടൽ 50 ഇയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് പറഞ്ഞത്. ഈ സഡൻ കാർഡിയാക് ഡെത്ത് അല്ലെങ്കിൽ സഡൻ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് വരാൻ പോവാന്ന് എങ്ങനെയാ സാർ മനസ്സിലാവും? അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവോ, ലക്ഷണങ്ങൾ ഉണ്ടാവോ? സഡൻ ഡെത്ത് ജനറലി കാർഡിയാക് ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ. ടാവർ ഇന്നത്തെ കാലത്ത് നമ്മൾ പേഷ്യൻറ്റിനെ ഈവൻ അനസ്തീഷ്യ, ഒരു ജനറൽ അനസ്തീഷ്യ എന്നുള്ളൊരു പ്രോസസ്സേ ഇല്ല. 3-4 ഡേയ്സ് കൊണ്ട് പേഷ്യൻറ്റ് നടന്നു വിട്ട് പോവാം. സാധാരണ നമ്മൾ ഈ ഹാർട്ട് സർജറി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കൊരു പേടിയാണ്, ഫുള്ള് നെഞ്ച് തുറന്ന് ഹാർട്ടിലൊക്കെ പണിയെടുക്കാന്ന് പറയുമ്പോൾ. പക്ഷെ ഇത് ശരിക്കും അറിയുമ്പോൾ അത്രയും പണിയുമില്ല, പേഷ്യന്റ് റിക്കവറി ഒക്കെ വേഗം വളരെ തന്നെ. ഫാസ്റ്റ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഹാർട്ട് ഡിസീസസ് കൂടുതൽ അല്ലെങ്കിൽ ഹൃദയ സംബന്ധ രോഗങ്ങൾ കൂടുതൽ കണ്ടുവരുന്നത് പുരുഷന്മാരിലാണ്. സ്മോക്കിംഗ് ഉള്ളവർ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ കൂടുതലുള്ളവർ, വണ്ണം കൂടുതലുള്ളവർ, BP, ഇതിനുള്ള ചാൻസസ് കൂടും. പണ്ട് നമ്മളിപ്പോൾ 60s മരിക്കുന്നവർ ഇപ്പോൾ 80s 90s ആകുമ്പോൾ വാട്ട് വി ഈറ്റ്. നമുക്കിപ്പം എല്ലാവർക്കും കുറേ വീഡിയോസിൽ കണ്ടിട്ട് പോലും മനസ്സിലാവാത്തൊരു കാര്യമാണ്, നമുക്ക് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ അതൊരു ഹാർട്ട് അറ്റാക്കിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ അതെന്തെങ്കിലും ഗ്യാസ് കാരണമാണോ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവാൻ പറ്റുക? ഇറ്റ്സ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എല്ലാ വേദനയും ഹാർട്ടിൻ്റെ, ഇപ്പം നെഞ്ചിൽ വരുന്ന എല്ലാ വേദനയും ഹാർട്ടിൻ്റെ വേദന ആയിക്കൊള്ളണമെന്നില്ല. ഇല്ല. ഓക്കെ. പക്ഷേ ആൾക്കാരുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണയുള്ളത് ഇത് വേദന, നമ്മളുടെ ഇപ്പോൾ ഒരു മുറിഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ ഒരു എല്ല് പൊട്ടി, അത് ആ സമയത്ത് ഉണ്ടാകുന്ന വേദനയും ഹാർട്ട് അറ്റാക്കിൻ്റെ നെഞ്ച് വേദനയും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഈ മറ്റേതൊരു ഹാർട്ടിൻ്റെ വേദന എന്ന് പറയുന്നത് മറ്റുള്ള വേദനകളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളതാണ്. അതൊരു വിമിഷ്ടം, നമുക്കൊരു അസ്വസ്ഥത എന്നൊക്കെ പറയില്ല, വിഷമം, അല്ലാതെ ഒരു വേദന അല്ല ഉണ്ടാവുക. വേദനയല്ല, കടച്ചിൽ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വരിക. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആകുമ്പോൾ കുറച്ചുകൂടി നേരം നിൽക്കും, കുറച്ചും കൂടിയും സിവിയറും ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു മറ്റേ വേദനമാതിരി ഷാർപ്പായിട്ടുള്ളൊരു വേദനയല്ല. ഇനി ചെറുപ്പക്കാരിൽ ഇപ്പോൾ 20 വയസ്സിന് താഴെയൊക്കെ നെഞ്ചുവേദന ഉണ്ടെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി വളരെ വളരെ കുറവാണ്. ഇതിൻ്റെയൊക്കെ നമ്മൾ പ്രോബബിലിറ്റി വെച്ചിട്ടാണ് ഒരു അസുഖത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ ലോക്കലൈസ് ചെയ്യാൻ പറ്റുക, ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്കൊരു ഉറുമ്പ് കടിച്ചു, എവിടെയാണ് വേദന നമുക്ക് പോയിന്റ് ചെയ്യാം. വേറെ ഇത് നെഞ്ച് വേദന ഹാർട്ടിൻ്റെ ആണെങ്കിൽ അങ്ങനെ പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്പെസിഫിക് ഒരു ഏരിയ, ഒരു മുഴുവനായിട്ടുള്ള ഒരു അസ്വസ്ഥത. പിന്നെ വേർക്കുന്നത് കൂടുതലായിട്ട്, അതിൻ്റെ അർത്ഥം വേർപ്പ് വരുമ്പോഴൊക്കെ ഹാർട്ട് അറ്റാക്കിൻ്റെ എന്നല്ല, കൂടുതലായിട്ട് വേർക്കുക, അധികം സമയത്തും വളരെ മൈൽഡായിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും. നമ്മൾ ഗ്യാസ് ആണെന്ന് വിചാരിച്ചു പോകുന്നത് സിംറ്റംസ്, ഛർദ്ദിക്കാൻ വരിക, വയറിൻ്റെ അസ്വസ്ഥത, അതൊക്കെ ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസ് ആവാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രോബബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ, സ്മോക്കിംഗ് ഉള്ളവർ, പ്രായം കൂടുതലുള്ളവർ, അവർക്കൊക്കെ ഇതിനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതേ സിംറ്റം ഒരു യങ് പേഷ്യൻ്റിൽ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കില്ല ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡയഗ്നോസിസ്. ഓക്കെ സാർ. സാർ, ഇപ്പോൾ ഈ ജിമ്മിലൊക്കെ നമ്മൾ കാണാറുണ്ട് യങ്ങായിട്ടുള്ള 20-25 ഇയേഴ്സ് ഉള്ളവരൊക്കെയാണ് കുഴഞ്ഞു വീണിട്ട് മരിക്കുന്നത്. അതൊക്കെ ഈ ഹാർട്ട്, അവർക്ക് സിംറ്റംസ് പോലും ഉണ്ടാവില്ല നെഞ്ചുവേദനയുടെ. അത് ഈ ഹാർട്ടായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും? ഡെഫിനറ്റ്ലി ഹാർട്ട് റിലേറ്റഡ് തന്നെയാണ്. പക്ഷെ അതിൽ 2 തരത്തിലുള്ള പ്രോബ്ലംസ് വരാം. ഒന്ന്, ഈ നമ്മൾ പറഞ്ഞാൽ ഇതൊക്കെ വെച്ചാൽ ഹാർട്ട് ബ്ലോക്സ് ഒക്കെ വരുന്നത് അത് ശരിക്കും ഒരു 10 മുതൽ 20 വയസ്സ് വരെയുള്ള ആ പീരീഡിൽ തന്നെ, സെക്കൻഡ് ഡിക്കേഡ് ഓഫ് ലൈഫ്, അപ്പം തന്നെ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അതെറോസ്ക്ലിറോസിസ്, അതായത് കൊഴുപ്പടിയുന്ന അവസ്ഥ, അത് ആ പ്രായത്തിലേ സ്റ്റാർട്ട് ചെയ്യും. നൗ ഈ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആൾക്കാരെല്ലാവരും ഇക്വേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ഹാർട്ടിൻ്റെ ഹെൽത്തും ഒരു
ഈക്വൽ ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ധാരണയുണ്ട്. ഓക്കെ. അതൊന്നല്ല. ഒന്നല്ലല്ലേ? അല്ല 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 രണ്ടും അല്ല. ഡിഫറെൻ്റ് ആണ്. ഉം. ഇനി രണ്ടാമത്തത്, അതായത് ഒരുപാട് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത്, ഉം. ഇപ്പോൾ വളരെ ചെറിയ ബ്ലോക്സ് ഉണ്ടായിരിക്കാം. ഈ ഞാൻ പറഞ്ഞല്ലോ 10 മുതൽ 20 വയസ്സ് യെസ്. വരെ നമ്മുടെ ജീവിത രീതി ഉണ്ടായിരിക്കാം, ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിരിക്കാം, അതായത് ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ചെറിയ ചെറിയ ബ്ലോക്സ്, അതായത് 10% ഉള്ളത് ഒരുപാട് നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടാം. ഓക്കെ. അപ്പോഴാണ് അതിൻ്റെ മുകളിൽ ക്ലോട്ട് വന്നിട്ട് സഡൻ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അത് ഒരു റീസൺ. ഉം. ഇനി കുറച്ച് ആൾക്കാർക്ക് എന്താണ്, പുറത്തുനിന്ന് കാണുമ്പോൾ അവർ വളരെ ഹെൽത്തിയാണ്, ഉം. അവർക്ക് ഈ ഹാർട്ട് മസിൽ ഡിസീസസ് ഉണ്ടാവും. ഓക്കെ. ഹാർട്ട് മസിൽ വളരെ തിക്കാവും. ഉം. അവർക്കൊക്കെ ഹാർട്ട് ഇറഗുലറായിട്ട് ബീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. പോസിബിലിറ്റി ഉണ്ട്. ഉം. അതിനെ നമ്മൾ അരിത്മിയാസ് എന്ന് പറയും. അതായത് റെഗുലർ ആയിട്ടുള്ള ബീറ്റിൽ നിന്ന് മാറിയിട്ട് വേ- ടോട്ടലി ഇറഗുലർ ആയിട്ടുള്ള, ഓക്കെ. അതും സഡൻ ഡെത്ത് ഉണ്ടാക്കാം. ഉം. അപ്പോൾ യങ്സ്റ്റേഴ്സിൽ വരുമ്പോൾ ഉം. മസിൽ ബിൽഡിങ്ങിന് നോക്കുന്നു, അതെ. അപ്പോൾ ഹാർട്ട് മസിൽ വളരെ തിക്കാവാം. അങ്ങനെയുള്ളവർക്ക് അത്ലറ്റ്സിനൊക്കെ വരുന്ന മാതിരി ഓക്കെ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാർഡിയക് ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ കാർഡിയക്കിൻ്റെ റിതം ഡിസോർഡേഴ്സ്, അരിത്മിയാസ്, അതാണ് ഒരു കോമൺ കോസ് ഓഫ് ഡെത്ത്. ഓക്കെ സർ. ഹാർട്ട് അറ്റാക്കും ഈ എക്സസൈസ് ചെയ്യുന്നവർ ബാക്കിയുള്ള സമയത്ത് ചിലപ്പോൾ ഉം. വളരെ സെഡൻറ്ററി ആയിട്ട് അത് ഓഫീസ് ഒന്നും വർക്ക്, അതെ. രാവിലെ അല്ലെങ്കിൽ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്തു, അത് കഴിഞ്ഞാൽ പിന്നെ ആക്റ്റീവേ ഒരു അല്ല. വാക്കുമില്ല. ഓക്കെ സർ. സർ അപ്പം പിന്നെ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇപ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നത് ഹാർട്ട് അറ്റാക്ക് കാരണമാണ് മരിച്ചത്, കാർഡിയാക് അറസ്റ്റ് കാരണമാണ് മരിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും ശരിക്കും ഒന്നാണോ, അത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ട് വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ കോമണസ്റ്റ് കോസ് സഡൻ ഡെത്ത് എന്ന് പറയുന്നത് ഉം. സഡൻ ഡെത്ത് ജനറലി കാർഡിയക്കാണ്. കാർഡിയാക് അറസ്റ്റ്. ഹാർട്ട് അറ്റാക്ക്, എല്ലാ ഹാർട്ട് അറ്റാക്കും കാർഡിയക് അറസ്റ്റ് ആവുന്നില്ല. ഓക്കെ. ഓക്കെ. എല്ലാ കാർഡിയാക് എല്ലാ ഹാർട്ട് അറ്റാക്സും കാർഡിയക് അറസ്റ്റ് ആവുന്നില്ല, സർവൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എല്ലാ കാർഡിയക് അറസ്റ്റും ഹാർട്ട് അറ്റാക്ക് കൊണ്ടും അല്ല. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മസിൽ അരിത്മിയാസ്, ഉം. കാർഡിയക് റിതം ഡിസോർഡേഴ്സ് ഉണ്ടാവാം. ഈ കാർഡിയക് അറസ്റ്റ് വന്ന ഒരാളെ നമുക്ക് റിവൈവ് ചെയ്യാം. ഓക്കെ. പക്ഷേ അതിപ്പോൾ ഹാർട്ട് നിന്ന് പോവാണ്, കാർഡിയാക് അതിന് അറസ്റ്റ് അറസ്റ്റ്, അതിനെ റിവൈവ് ചെയ്യാം. പറ്റും. അവരെ അല്ലെങ്കിൽ അബോർട്ടഡ് കാർഡിയക് അറസ്റ്റ് ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ റെസിസിറ്റേറ്റഡ് കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഹാർട്ടിൻ്റെ മസിലിൻ്റെ ഡാമേജ് ആണ്. അതിൽ 1% ആൾക്കാർക്ക് കാർഡിയക് അറസ്റ്റ് വരാം, വരാം. അത്രയേ ഉള്ളൂ. ഓക്കെ. ഓക്കെ സാർ. പിന്നെ നമുക്കിപ്പോൾ അറിയാം, റീസെൻ്റ് ആയിട്ട് നമ്മുടെ സിനിമാ മേഖലയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു കലാഭവൻ നവാസ്. ആള് മരിച്ചത് ഒരു ഹോട്ടൽ 50 ഇയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സഡൻ കാർഡിയാക് ഡെത്ത് അല്ലെങ്കിൽ സഡൻ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വരാൻ പോവാന്ന് എങ്ങനെയാണ് സാർ മനസ്സിലാവുക? അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവോ, ലക്ഷണങ്ങൾ ഉണ്ടാവോ? അത് പറയാൻ വിഷമമാണ്. എന്താ വിഷമം. വെച്ചാൽ ചിലവർക്ക് ഒരു പ്രിമോണിഷൻ, നമുക്കൊരു എന്താ പറയുക, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു നമുക്ക് മനസ്സിൽ തോന്നുമല്ലോ ആ. നമുക്കെന്തോ സംഭവിക്കുന്നുണ്ടെന്നുള്ളത്. അതാണ് ഹാർട്ടിൻ്റെ പ്രത്യേകത ആയിട്ട് പറയപ്പെടുന്നത്. നമുക്ക് അനുഭവിച്ചിട്ടില്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. രണ്ടാമത്തേത്, ഈ നേരത്തെ പറഞ്ഞ പോലെ അത്ര സിവിയർ അല്ലാതെ സിംറ്റം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. മനസ്സിലാവില്ല നമുക്ക്. മനസ്സിലാവില്ല, വളരെ ചെറിയൊരു ഡിസ്കംഫേർട്ട്. എല്ലാവരും വിചാരിക്കുക ഇത് ഗ്യാസാണ്, ആണ്. കെയർ ചെയ്യാതിരിക്കുക. ഓക്കെ. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു കാര്യം. ആൻഡ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല. പിന്നെ എല്ലാവർക്കുമുള്ളൊരു കോമൺ കാര്യം എന്താണ്? ഡിനയൽ. നമുക്ക് അസുഖമില്ല എന്നുള്ളത് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതെ. അപ്പോൾ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുണ്ട്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ഡിപ്രഷൻ വളരെ വളരെ കോമൺ ആണ്. ഇറ്റ്സ് എ കോമൺ കോസ് ഓഫ് വളരെ കോമൺ ആണ്. ബിക്കോസ് ഇതെല്ലാം ഹാർട്ട് ഡിസീസിനോട്, ബിക്കോസ് ഹാർട്ടിൻ്റെ സ്ട്രെസ്സ് കൂടുകയാണ്. ഓക്കെ. ഫാമിലി സപ്പോർട്ടില്ല, എല്ലാവരും പിന്നെ സോഷ്യലൈസ് ചെയ്യുന്ന അതെല്ലാം കുറഞ്ഞു, സോഷ്യലൈസ് ചെയ്യുന്നതൊക്കെ കുറഞ്ഞു. ത്രൂ സോഷ്യൽ മീഡിയയിലെ സോഷ്യലൈസിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ് കുറഞ്ഞു. ഓക്കെ. ഇതെല്ലാം നമ്മുടെ മെൻ്റൽ, ബിക്കോസ് ലെഫ്റ്റ് എലോൺ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ഒരു നമ്മുടെ ജീവിത രീതി. കാഴ്ചപ്പാടാണ് ഉള്ളത്. അപ്പോൾ ആ സ്ട്രെസ്സൊക്കെ ഹാർട്ടിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. അത് നമ്മൾ അറിയുന്നില്ല. യെസ്. പ്രിവെൻറ്റീവായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ, ഫാമിലിയിൽ ഹാർട്ട് ഡിസീസ് ഉള്ളവർ, പ്രത്യേകിച്ച് കുറച്ച് യങ് ഏജ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 40 ഇയേഴ്സിനൊക്കെ താഴെ ആരെങ്കിലും ഉണ്ട്, അതൊരു റിസ്ക് ഫാക്ടറാണ്. സ്മോക്കിംഗ് ഉള്ളവർ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ കൂടുതലുള്ളവർ,
വണ്ണം കൂടുതലുള്ളവർ, BP പ്രഷർ കൂടുതലുള്ളവർ, ഇവരൊക്കെ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ചെക്കപ്പ് ഓക്കെ. നടത്തുക. നടത്തിയാൽ നല്ലതാണ്. അതിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ എല്ലാവർക്കും നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്തിട്ട് ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നോൺ ഇൻവേസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, സംടൈംസ് ബേസിക് ECG, എക്കോകാർഡിയോഗ്രാം, റിസ്ക് അനുസരിച്ച് നമ്മൾ എക്സസൈസ് ECG അല്ലെങ്കിൽ ട്രെഡ്മിൽ എന്നൊക്കെ പറയുന്ന TMT ടെസ്റ്റ്, ഇതൊക്കെ നമുക്ക് പീരിയോഡിക് ആയിട്ട് ചെയ്യാം. ഇതൊന്നും നമുക്കൊരു 100% ആയിട്ട് നമുക്ക് പ്രോബ്ലം വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ സാർ. ഞാൻ സാറിനോട് ചോദിക്കാനിരുന്നൊരു കാര്യം തന്നെയായിരുന്നു ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം. കാരണം ഈ ഒരു സമയത്ത് ഫിസിക്കൽ ഹെൽത്തിൻ്റെ ഒപ്പം തന്നെ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത്. പക്ഷേ ചില ആൾക്കാർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സ്ട്രെസ്സും ടെൻഷനും അവരിലേക്ക് തന്നെ വെച്ച്, പക്ഷെ അത് ശരിക്കും ഹാർട്ടിനും ഒരു പ്രശ്നമായിട്ട്. ഡെഫിനറ്റ്ലി, ബിക്കോസ് വളരെ കോമ്പറ്റീറ്റീവ് വേൾഡ് അല്ലേ. അതെ സാർ. അപ്പോൾ എല്ലാവരും കുറച്ച് സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓടുന്ന ഒരു 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 റാറ്റ് റേസ് പോലെ. ഇപ്പോൾ ഓക്കെ. ഓക്കെ സാർ. അതുപോലെ തന്നെ സാർ, ഇപ്പം സാറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഹാർട്ട് ഡിസീസസ് കൂടുതൽ അല്ലെങ്കിൽ ഹൃദയ സംബന്ധ രോഗങ്ങൾ കൂടുതൽ കണ്ടുവരുന്നത് പുരുഷന്മാരിലാണെന്ന്. അത് ശരിക്കും അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? വാസ്തവമുണ്ട്. ഉണ്ടല്ലേ. അതായത് കൊറോണറി ആർട്ടറി ഡിസീസ് പറഞ്ഞല്ലോ. കൊറോണറി ആർട്ടറി ഡിസീസ് മെയിൽസിലാണ് കൂടുതൽ. വയസ്സ്. അത് ഫീമെയിൽസിന് അവരുടെ ഒരു ഹോർമോണൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓക്കെ. പക്ഷെ ആഫ്റ്റർ മെനപ്പോസ് അത് ആ പ്രൊട്ടക്ഷൻ ഇസ് ലാസ്റ്റ്. നൗ ബിഫോർ മെനപ്പോസ് ഓൾസോ ഡയബറ്റിക് പേഷ്യൻസിന് ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ ഇല്ല. ഓക്കെ. പിന്നെ ഇതൊരു 65 വയസ്സ് വരെയൊക്കെയാണ്. ഇപ്പോൾ 55 ഇയേഴ്സ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൽസിനാണ് കൂടുതൽ. 65 ഇയേഴ്സ് ആയി കഴിഞ്ഞാൽ ആ പീരീഡിലാകുമ്പോഴത്തേക്കും ലേഡീസിൻ്റെ മെയിൽസിൻ്റെയും ഈക്വലാവും. ഓക്കെ. പിന്നെ ഇതിലൊരു തെറ്റായ ഒരു കണക്കുണ്ട് അതിൽ. അതായത് ലേഡീസ് കഴിയുന്നതും അങ്ങനെ വളരെ ഒരു കുറച്ചും കൂടിയും അവർ റിസർവ്ഡ് ആണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് പെട്ടെന്ന് പോയിക്കൊള്ളണമെന്നില്ല. ചെറിയ സിംറ്റംസ് ആണെങ്കിൽ അവർ ഇഗ്നോർ ചെയ്യും. ഓക്കെ. വേറെ പുരുഷന്മാർ കുറച്ചും കൂടിയും അവരുടെ സ്വന്തം ഹെൽത്തിനെ കുറിച്ച് ബോധേഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്പൗസസ് അല്ലെങ്കിൽ വൈഫ്സ് ബോധേഡ് ആയിരിക്കാം. മെഡിക്കൽ അറ്റൻഷൻ കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് മെയിൽസാണ്. സ്ത്രീകൾ എല്ലാം ബൈ നേച്ചർ കുറച്ചും കൂടി അവരുടെ ഉൾക്കൊണ്ട് അതിനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നോക്കുകയൊക്കെ ചെയ്യുമല്ലോ. പിന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ഹസ്ബൻഡ്സ് ആണെങ്കിലും ഫാദേഴ്സ് ആണെങ്കിലും ഈ കുടുംബഭാരം കാരണം സ്ട്രെസ് കൂടിയിട്ടാണ് സ്ത്രീകൾക്ക് വരുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർ. സ്ത്രീകൾ മേ ബി അവർ കുറച്ച് പറയാത്തതായിരിക്കും. അതെ. അപ്പോൾ 65 നമ്മുടെ സയൻറ്റിഫിക് എവിഡൻസ് വൈസ് 65 വയസ്സാകുമ്പോഴത്തേക്കും ലേഡീസിനും പുരുഷന്മാർക്കും ഒരേ ഈക്വലാണല്ലേ. ഈക്വലാണ്. ഓക്കെ സാർ. അതുപോലെ തന്നെ ഇപ്പം ഈ കാലത്ത് എല്ലാവരും വീട്ടിൽ നിന്നും ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഫുൾ ജങ്ക് ഫുഡും ഓയിലി ഫുഡും ഒക്കെയാണ് കഴിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഹാർട്ട് ഡിസീസിലേക്കൊക്കെ ഒരു എഫക്റ്റ് കൊണ്ടുവരുന്നു. ഉറപ്പായിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ട്. വാട്ട് വി ഈറ്റ് അത് നമ്മൾ വളരെ very important. ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ സാർ. കുട്ടികൾ പഠിക്കുന്നവർ വളരെ കോമൺ ആയിട്ട് സ്വിഗ്ഗിയാണ് അതെ. ഓർഡർ ചെയ്യുന്ന ഫുഡ്. ഇതെല്ലാം ഫുഡ് ടേസ്റ്റ് വേണം നമുക്ക്. അതെ. അപ്പോൾ ടേസ്റ്റിന് കോമണസ്റ്റ് യൂസ് ചെയ്യുന്ന കാര്യം എന്താണ്? സോൾട്ട് യൂസ് ചെയ്യുന്നു, ഓയിൽ യൂസ് ചെയ്യുന്നു. ഓയിൽ. ഇത് രണ്ടും നമുക്ക് ഹാംഫുൾ. ഓക്കെ. എക്സസ് സോൾട്ട് ആണെങ്കിലും എക്സസ് ഓയിൽ ആണെങ്കിലും. അപ്പോൾ ഇത് ചെറുപ്പം മുതലേ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഈ ബിൽഡപ്പ് ഓഫ് പ്ലാക്സ് വരുന്നു, ഓക്കെ. BP ഹൈപ്പർ ടെൻഷനിലോട്ട് പോകുന്നു. ഇതെല്ലാം പിന്നീട് നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ആവാണ്. എന്താണ് ഈ കൊറോണറി ആർട്ടറി ഡിസീസും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസും തമ്മിലുള്ളൊരു വ്യത്യാസം? കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡ് വെസൽസിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്. കൊറോണറി ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഒരു മസിലാണ്, അതിന് ബ്ലഡ് കൊടുക്കുന്ന ആർട്ടറീസാണ് കൊറോണറി ആർട്ടറീസ്. അതിനെ എഫക്റ്റ് ചെയ്യുന്ന ബ്ലോക്സ്, ലേമൻസ് ടെർമിനോളജിയിൽ നമ്മൾ പറയുമ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് അതാണ് കൊറോണറി ആർട്ടറി ഡിസീസ്. സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ ഹാർട്ടിനെ തന്നെ പെർ സെ, അതായത് ഹാർട്ടിനെ മസിൽ, അതിൻ്റെ ചേംബേഴ്സ്, അതിൻ്റെ ഉള്ളിലുള്ള വാൽവ്സ്, ഇതിനെയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങളാണ് സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാൽവിൻ്റെ ഡിസീസസ്. പണ്ടൊക്കെ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, രക്തവാതം വന്നിട്ട് ആണ് വാൽവ്സിനെ എഫക്റ്റഡ് ആവുന്നുണ്ടായിരുന്നത്. പിന്നെയുള്ളത് ഹോൾസ്, ബൈ ബർത്ത് വരുന്ന കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ്. അപ്പോൾ ഹോൾസ് പമ്പിങ് ചേംബേഴ്സ് ഓർ വെൻട്രിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഹോൾസ് ആവാം. റിസീവിങ് ചേംബേഴ്സ് ഓർ ഏട്രിയ എന്ന് പറയുന്ന അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ പാർട്ടീഷനിലുള്ള ഹോൾസ് ആവാം. പിന്നെ വേറെയുള്ള നമ്മളെ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറിയ ഒരു സ്ട്രക്ചേഴ്സിന്, ഈ ഏട്രിക് അപ്പൻഡേജ് എന്ന് പറയുന്നതുണ്ട്. അതിലൊക്കെ വരാവുന്ന
ചിലപ്പോൾ ക്ലോട്ട്സ് ഉണ്ടാവാം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസിൽ ഓക്കെ. ഇൻവോൾവ് ആയി പറയുന്നത്. സർ ഇനി ചോദിക്കുകയാണെങ്കിലും ഈ നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും ഒന്നും വൃത്തിക്ക് അറിയില്ലായിരിക്കും. ഇപ്പോൾ സാർ പറഞ്ഞ വാൽവിന് പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ സെപ്റ്റൽ ഡിഫക്ട്സ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഈ വാൽവുകൾ നമ്മുടെ ഹൃദയത്തിൽ എവിടെയാണ് ശരിക്കും ഇരിക്കുന്നത്? അതിൻ്റെ ഏതൊക്കെ വാൽവിന് എന്തൊക്കെ പ്രശ്നമാണ് വരുന്നത്? റൈറ്റ്. ഇപ്പം നമുക്ക് 2 സൈഡ്സ് ആണല്ലോ, റൈറ്റും ലെഫ്റ്റും. യെസ് സർ. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ ഇംപ്യൂർ ബ്ലഡ് വരുന്നു. അത് റിസീവ് ചെയ്യുന്ന ചേമ്പറിനെയാണ് നമ്മൾ ഏട്രിയം എന്ന് പറയുന്നത്. അത് ഏട്രിയം എന്ന് പറയുമ്പോൾ ഒരു സ്പേസ് എന്നേ ഉദ്ദേശിക്കുന്നത്. അത് റൈറ്റ് സൈഡിലെ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ഏട്രിയം. റൈറ്റ് സൈഡിൽ നിന്നുള്ള ആ ഏട്രിയത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് പമ്പിങ് ചേമ്പറിലോട്ടാണ്. അതിനാണ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. 2 വെൻട്രിക്കിൾസ് ഉണ്ട്, റൈറ്റ് സൈഡിലൊന്ന് ലെഫ്റ്റ് സൈഡിലൊന്ന്. ഈ റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് മൈട്രൽ വാൽവ്. നമ്മൾ നേരത്തെ മൈട്രൽ വാൽവ് ഇതിനെക്കുറിച്ച് പറഞ്ഞു. യെസ് സർ. ഇനി ഈ വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന എങ്ങോട്ടാണ്? വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്ത് പുറത്തോട്ട് വിടുകയാണ്. അത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞത് നോൺ ഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ്. അത് ലങ്സിൽ എത്തി, ലങ്സിൽ നിന്നാണ് അതിനെ ഓക്സിജൻ കൊടുത്ത് നമ്മൾ എടുക്കുന്ന ഓക്സിജൻ അതിലോട്ട് ചെറിയ ബ്ലഡ് വെസൽസിൻ്റെ ചെറിയ ചെറിയ കാപ്പിലറീസ് എന്ന് പറയും, അതിലൂടെ ഇതിനെ ഒരു ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് വഴി ഓക്സിജൻ കൂട്ടി അതിൽ ഡിസോൾവ് ചെയ്ത് അതാണ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ പമ്പിങ് ചേമ്പറിനും ലങ്സിലോട്ട് പോകുന്ന ബ്ലഡ് വെസൽ അല്ലെങ്കിൽ തിരിച്ച് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലത്തെ വെൻട്രിക്കുലർ പമ്പിങ് ചേമ്പറിൽ നിന്ന് ബോഡിയിലത്തെ എല്ലാവിടേക്കും പ്യുവർ ബ്ലഡ് എത്തിക്കുന്ന അയോട്ട. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കും വാൽസ് ഉണ്ട്. അയോട്ടിക് വാൽ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് അയോട്ട. റൈറ്റ് സൈഡിലൊരു വാൽവ് ഉണ്ട്, അതേമാതിരി പൾമണറി വാൽവ്. അത് റൈറ്റ് വെൻട്രിക്കിളിനും ലങ്സിലോട്ട് പോകുന്ന ആർട്ടറി. ലങ്സ് നമ്മളിപ്പോൾ പൾമണോളജിസ്റ്റ് എന്നൊക്കെ കേൾക്കാറുണ്ട്, അതേമാതിരി പൾമണറി ആർട്ടറിയിലോട്ട് പോകുന്നതിന്. ഇപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്, സാറിൻ്റെ ഒപ്പിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഹാർട്ട് ഡിസീസ് ഏതാണ്? അത് കൊറോണറി ആർട്ടറി തന്നെയാണ്. മേ ബി നമ്മുടെ ജീവിത രീതി കൊണ്ടായിരിക്കാം. ഓക്കെ. യങ്സ്റ്റേഴ്സ് അടക്കം ലാക്ക് ഓഫ് എക്സസൈസ്, സ്മോക്കിംഗ് ഉള്ളവരുണ്ട്, പിന്നെ ഫുഡ് ഹാബിറ്റ്സ്. അപ്പോൾ കൊറോണറി ആർട്ടറി ഡിസീസാണ് ബൈ ഫാർ കോമൺ ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട്. അപ്പോൾ സാറ് പറഞ്ഞു അതുപോലെയാണ് സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അപ്പോൾ ഏതായിരിക്കും? അപ്പോൾ അതിൽ പക്ഷേ ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ പറയാം. ഓക്കെ. അത് നമ്മുടെ ഏത് ഒ പി എന്നനുസരിച്ചിരിക്കും. സപ്പോസ് ഒരു പീഡിയാട്രിക് ഒ പി ആണ്, പീഡിയാട്രിക് കാർഡിയക് ഒ പി, അതിലാണെങ്കിൽ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് ആയിരിക്കും കൂടുതൽ. ഓക്കെ. വേറെ അഡൽട്ട്സിൻ്റെ നമ്മളൊരു അഡൽട്ട് കാർഡിയോളജി ഒ പിയിൽ കൊറോണറി ആർട്ടറി ഡിസീസ്. പക്ഷേ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് ഉണ്ട്. ഒന്ന് റൊമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ പാർട്ടായിട്ട് യങ്സ്റ്റേഴ്സിൽ തന്നെ കാണുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഒരുപാട് കൂടി. അപ്പോൾ അതുകൊണ്ട് പണ്ട് നമ്മളിപ്പോൾ 60s മരിക്കുന്നവർ ഇപ്പോൾ 80s 90s ആകുമ്പോൾ വാൽവ് ഡിസീസാണ് ഈ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രായം കൂടുതലുള്ളവർ നമ്മൾ കാണുന്നത് ഒന്ന് കൊറോണറി ആർട്ടറി ഡിസീസ്, രണ്ടാമത്തെ കോമൺ ഇസ് ഈ സ്ട്രക്ചറൽ വാൽവ് ഡിസീസ്. ചിലപ്പോൾ നമുക്കിപ്പം കൊറോണറി ആർട്ടറി ഡിസീസ് ആയാലും സ്ട്രക്ചറൽ ഡിഫക്ട്സ് ഒക്കെ ആയാലും നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ കണ്ടുവരുന്ന എന്തെങ്കിലും പ്രൊസീജിയർ അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്നാണ് സർ? കൊറോണറി ആർട്ടറി ഡിസീസിനാണ് ചോദിക്കുന്നത്, വാൽവ്സിൻ്റെയാണ് ചോദിക്കുന്നത്? വാൽവുലർ ഡിഫക്ട്സിൻ്റെ. വാൽവുലർ ഡിഫക്ട്സിന് നമുക്ക് 2 തരത്തിൽ എഫക്റ്റഡ് ആവും. ഒരു വാൽവിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അത് ഒരു ഡയറക്ഷൻ, ഏത് വാൽവ് ആണെങ്കിലും, ഇപ്പോൾ പുറത്ത് നമ്മളിപ്പോൾ ഹാർട്ടിൻ്റെ അല്ല, പുറത്തുള്ള വാൽവ് ആണെങ്കിലും ഒരു ഡയറക്ഷനിലെ ഫ്ലോ സമ്മതിക്കുള്ളൂ. അപ്പോൾ ഒന്ന് ആ വാൽവ് ചുരുങ്ങി പോവാം, അതിനെ നമ്മൾ സ്റ്റീനോസിസ് എന്ന് പറയുന്ന ഒബ്സ്ട്രക്ഷൻ. മറ്റേത് ഇതിൽ ബാക്ക് ഫ്ലോ, ലീക്ക് വരും. അപ്പോൾ ഫോർവേഡ് പോകേണ്ട ഒരു ഫ്ലോ, അതിപ്പോൾ ബ്ലഡ് ആണെങ്കിൽ തിരിച്ചു വരിക, ആ ലീക്ക്, അതിന് റീഗർജിറ്റേഷൻ എന്ന് നമ്മൾ പറയും. ഈ 2 പ്രോബ്ലംസും വാൽവ്സിനെ എഫക്റ്റ് ചെയ്യാം. ഹാർട്ടിൽ 4 വാൽവ്സ് ആണ്. മോസ്റ്റ്ലി ലെഫ്റ്റ് സൈഡിലാണ് വാൽവ്സിനെ കൂടുതൽ എഫക്റ്റഡ് ആവുന്നത്. റീസൺ വളരെ സിമ്പിളാണ്. ലെഫ്റ്റ് സൈഡിലത്തെ വാൽവ് കുറച്ചുകൂടി ഹയർ പ്രഷറിനെയാണ് അഭിമുഖീകരിക്കുന്നത്. ബിക്കോസ് അത് റൈറ്റ് സൈഡിലെ നമ്മൾ റഫ്ലി പറയുകയാണെങ്കിൽ ഒരു 1/5 ഓഫ് ദ പ്രഷറേ വരുന്നുള്ളൂ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ. അതുകൊണ്ട് ഡാമേജ് കുറവാണ്. വേറെ ലെഫ്റ്റ് സൈഡിൽ ഈ വലിയ പ്രഷറിനെതിരെ വർക്ക് ചെയ്യേണ്ട വാൽവ്സ് ആകുമ്പോൾ ആ ഡാമേജ് കൂടുതലാണ്. സോ ഈ 2 തരത്തിലുള്ള പ്രോബ്ലംസും വരാം. വളരെ സിവിയർ ആയി കഴിഞ്ഞാൽ ലീക്ക് ആണെങ്കിലും ശരി, അല്ല നമ്മുടെ സ്റ്റിനോസിസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ, ഇതിൻ്റെ മെഡിക്കേഷൻസിന് റോള് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നേരത്തെ താങ്കൾ ചോദിച്ച മാതിരി മൈൽഡായിട്ടുള്ള ഒരു അബ്നോമാലിറ്റി ആണെന്നിരിക്കട്ടെ, ലീക്ക് ആണെങ്കിലും നമ്മുടെ സ്റ്റിനോസിസ് ആണെങ്കിലും, മൈൽഡായിട്ടുള്ളതിന് നമ്മൾ ചിലപ്പോൾ മെഡിക്കേഷൻസേ ആവശ്യം ഉണ്ടാവില്ല, അവർ ഫോളോ അപ്പ് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ.
കുറച്ചും കൂടിയും പ്രോഗ്രസ് ചെയ്യുമ്പോൾ മെഡിക്കേഷൻസ്, ബിക്കോസ് അതുമൂലം ഉണ്ടാകുന്ന സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ആൾക്കാരും അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മുടെ ബേസിക് ഡിസീസിനെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ആ ഡിസീസ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ടൈഫോയിഡ് ഉണ്ട്, ടൈഫോയിഡിൻ്റെ ഭാഗമായിട്ട് പനി വരുന്നു, നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുന്നു, പനി കുറയുന്നു. അപ്പോൾ അത് പനിയെ കുറയ്ക്കാനുള്ള ഒരു മെഡിസിൻ അല്ലാതെ ടൈഫോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആകുന്നില്ല. അതുപോലെ തന്നെയാണ് ഇതിൽ വാൽവിൻ്റെ സിവിയർ ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഓക്കെ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെ ക്യൂർ എന്ന് പറഞ്ഞൊരു സംഭവം. ക്യൂർ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ റീപ്ലേസ് ചെയ്യുന്നു. ഈ വാൽവിനെ ഒന്നുകിൽ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുക. ഓക്കെ. റിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലീക്കുള്ള വാൽസിനെ റിപ്പയർ ചെയ്യാം. ഓക്കെ. ചില കേസസിൽ ലീക്കുള്ള വാൽസിനെ നമുക്ക് റിപ്പയർ ചെയ്യാം. ഈ സ്റ്റിനോസിസ് നല്ലോണം ചുരുങ്ങിപ്പോയ വാൽവിനെ റിപ്പയർ പോസിബിൾ അല്ല, അപ്പോൾ റീപ്ലേസ് ചെയ്യണം. ഓക്കെ. അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ മാത്രമാണ് നമ്മളിങ്ങനെ ഒരു സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് അത്ര പോവുകയുള്ളൂ. സിവിയർ ആവുന്ന ഓക്കെ. സമയത്ത് നമ്മളതിനെ അഡ്രസ്സ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ മാതിരി ഒന്നെങ്കിൽ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും. സർ, എന്തൊക്കെ മെത്തേഡ്സിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക ഇങ്ങനെ? ഇപ്പം പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം, അതായത് ഒരു 2010 വരെയൊക്കെ സർജറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സർജറി എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പൺ ഹാർട്ട് സർജറി. ഓപ്പൺ ഹാർട്ട് സർജറി. 90 or 95% ഓഫ് ദ ടൈം നമ്മൾ ചെസ്റ്റിലത്തെ ആ ബ്രസ്റ്റ് ബോൺ കട്ട് ചെയ്ത് എന്നിട്ട് കാർഡിയോ പൾമണറി ബൈപ്പാസ് ഹാർട്ട് ലങ് മെഷീനിൽ പോയി ഹാർട്ട് സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് ആ ഉള്ള വാൽവിനെ നമ്മൾ എടുത്ത് കളഞ്ഞ് കേടുവന്നുള്ള വാൽവിനെ പുതിയതായിട്ടൊരു വാൽവ് വയ്ക്കുക. 2002 ഓപ്പറേഷൻ ഇല്ലാതെ ഫസ്റ്റ് ടൈം വാൽവ് മാറ്റി വയ്ക്കുന്ന ഒരു ഓപ്പറേഷൻ ഇല്ലാതെ. 2002 ഫസ്റ്റ് ഹ്യൂമൻ ഇംപ്ലാന്റ് ഉണ്ടായത്. പക്ഷേ അതൊരു പോപ്പുലർ ആയതൊരു 2010 to 2020 ആ ഡിക്കേഡിലാണ്, ആ 10 വർഷത്തിലാണ് ശരിക്കും ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വന്നു. അപ്പോൾ പണ്ട് നമ്മൾ സർജറി ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ സ്ലേമൻ പറയുകയാണെങ്കിൽ പണ്ട് നമ്മൾ ബൈപ്പാസ് ചെയ്യുമായിരുന്നു, ബ്ലോക്സിന് ബൈപ്പാസ് ചെയ്യുമായിരുന്നു. ഇന്നത്തെ കാലത്ത് വളരെ സിമ്പിളായിട്ട് ഓൾമോസ്റ്റ് അതിലത്തെ 95% ആയിട്ടുള്ള കേസസും ബൈപ്പാസ് ഇല്ലാതെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി വഴി ചെയ്യാം. അപ്പോൾ അത് ആൾക്കാർക്ക് അറിയുന്നതാണ്. അധികവും നമ്മൾ കയ്യിലൂടെയാണ് പോകുന്നത്, റെയർലി കാലിലൂടെ പോയി തീർക്കുന്നു, അനസ്തീഷ്യ ഇല്ല. ഇതേപോലെ തന്നെയാണ് ഈ നോൺ സർജിക്കൽ വാൽവ് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ഫുൾ ഓപ്പൺ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന അയോട്ടിക് വാൽവ് എന്ന് പറയുന്ന വാൽവിൻ്റെയാണ്. അയോട്ടിക് വാൽവാണ് ഏറ്റവും കൂടുതൽ ഈ സ്ട്രെസ്സ് വരുന്നത്. ബിക്കോസ് പമ്പിങ് ചേമ്പറിനെയും നമ്മുടെ മേജർ ബ്ലഡ് വെസലിനും ഇടയ്ക്കുള്ളതാണ് അയോട്ടിക് വാൽവ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് കാരണമാണ് ഇത് ഡീജനറേഷനാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് പ്രായമാകുമ്പോൾ കാറ്ററാക്ട് വരുന്നു, നമ്മുടെ ആർത്തറൈറ്റിസ് വരുന്നു, ഓസ്റ്റിയോ ആർത്തറൈറ്റിസ്, ഇതൊക്കെ പോലെ തന്നെ ആണ് അതിൻ്റെ ഡീജനറേഷൻ വരുന്നത്. ആ വാൽസിനെ അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ആ അയോട്ടിക് വാൽവ് ആയതുകൊണ്ട് ആ നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ്, ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് ഓർ ടാവർ, ഷോർട്ട് ഫോം TAVR. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ടാവർ ഇന്നത്തെ കാലത്ത് നമ്മൾ പേഷ്യൻറ്റിനെ ഈവൻ അനസ്തീഷ്യ, ഒരു ജനറൽ അനസ്തീഷ്യ എന്നുള്ളൊരു പ്രോസസ്സേ ഇല്ല, കൊടുക്കണ്ട. 99% പേഷ്യൻസിനെ കോൺഷ്യസ് സെഡേഷൻ, അതായത് വളരെ മൈൽഡായിട്ടുള്ള ഒരു സെഡേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. മുറിക്കുന്നില്ല. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന അതേ രീതിയിൽ കാലിലത്തെ ബ്ലഡ് വെസലിൽ റെയർലി മറ്റുള്ള ബ്ലഡ് വെസൽസ് യൂസ് ചെയ്യും. ഇതിലൂടെ പോയിട്ട് നമ്മൾ വാൽവിനെ വെക്കുന്നു. പ്രൊസീജിയർ മാക്സിമം 1 hour അതിൽ തീരുന്നു. പേഷ്യൻ്റ് കോൺഷ്യസ് ആണ്, നമ്മൾ പറയുന്ന അവർ അനുസരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഓൾസോ പുറത്ത് സ്കാർസ് ഒന്നുമില്ല. സോ 2-3 നോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, 2-3 days മാക്സിമം ഹോസ്പിറ്റലൈസേഷൻ. നടന്ന് 2 ദിവസം കൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ നടക്കാം. കുറച്ച് നല്ല ഹെൽത്തി പേഷ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ അവർക്ക് നടക്കാൻ പറ്റും. പ്രായം കൂടുതലുള്ളവരാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പോപ്പുലേഷനിൽ അത്രയ്ക്ക് എനർജറ്റിക്കും അത്രയ്ക്ക് ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരല്ല. അതുകൊണ്ട് മേ ബി ഒരു 2-3 days ഹോസ്പിറ്റലൈസേഷൻ, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്തൊക്കെ നോക്കിയാലും ഈ TAVR എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഓപ്പൺ ഹാർട്ട് സർജറി വെച്ച് നോക്കുമ്പോൾ ഫുള്ളി അഡ്വാൻറ്റേജസ് മാത്രമാണ് ഉള്ളത്. ഉറപ്പായിട്ടും. ഓക്കെ. ഡോക്ടേഴ്സിൻ്റെ കാര്യം എടുത്താലും പേഷ്യൻറ്റിൻ്റെ കാര്യം പേഷ്യൻ്റെ സൈഡിൽ എസ്പെഷ്യലി ബിക്കോസ് മറ്റേതൊരു മേജർ സർജറി, പ്രായം കൂടുന്തോറും റിസ്ക് കൂടുമല്ലോ, അതെ, സർജിക്കൽ റിസ്ക് കൂടും, യെസ് സർ. അനസ്തീഷ്യ റിസ്ക് കൂടും, റിക്കവറിക്കുള്ള ടൈം കൂടും. ഇതൊന്നും
എഫക്റ്റഡ് ആവുന്നില്ല. സാധാരണ നമ്മൾ ഈ ഹാർട്ട് സർജറി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കൊരു പേടിയാണ്. പേടിയാണ് ഫുള്ള് പേടിയാണ് നെഞ്ച് തുറന്ന് തുറന്ന് ഹാർട്ടിലൊക്കെ പണിയെടുക്കാന്ന് അതെ പറയുമ്പോൾ, അതെ പക്ഷെ ഇത് ശരിക്കും അറിയുമ്പോൾ അത്രയും പണിയുമില്ല. പേഷ്യന്റ് റിക്കവറി ഒക്കെ വേഗം വളരെ തന്നെയാണ്. ഫാസ്റ്റാണ്. ഓക്കെ ഓക്കെ സർ. സാധാരണ സർജറി കഴിഞ്ഞാൽ നമുക്ക് റഫ്ലി 4 to 6 വീക്സ് എടുക്കും ഓൺ അതെ. ആൻ ആവറേജ് യെസ് സർ. അത് നോർമൽസിയിലോട്ട് വരാൻ. ഇത് അങ്ങനെയൊന്നുമില്ല. 3-4 ഓക്കെ. ഡേയ്സ് കൊണ്ട് പേഷ്യൻ്റ് നടന്നു വിട്ട് പോവാം. വേറെ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. ഇതിപ്പോ പക്ഷെ പേഷ്യൻസിന്റെ അടുത്തേക്ക് പേഷ്യൻസ് ഇത് പ്രിഫർ ചെയ്ത് വരുന്നവരുണ്ടോ സർ? ഉറപ്പായിട്ടും. ഉണ്ടല്ലേ? ഓക്കെ. ഇനി ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി വന്ന പോലെ തന്നെ ഇന്നത്തെ കാലത്ത് പേഷ്യൻ്റ് കംഫർട്ട് ഇസ് വെരി വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. യെസ് സർ. രണ്ടാമത്തത് ബൈസ്റ്റാൻഡർ കംഫർട്ട് ഓൾസോ ഇസ് ഇമ്പോർട്ടൻ്റ്. ആർക്കും സമയമില്ല. അതെ. അപ്പോൾ ഒരു മേജർ സർജറി കഴിഞ്ഞ് അവരുടെ പേഷ്യൻറ്റിനെ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും കൂടെ നിൽക്കാനുമൊക്കെ സമയമില്ല. സമയമില്ല. എല്ലാവരും IT ഫീൽഡിലും അതെ. മറ്റുള്ളതിലൊക്കെ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട്. ബിസിയാണ് ബിസി. വേറെസ് ഇത് വളരെ ഷോർട്ടായിട്ടുള്ള പ്രൊസീജിയർ, അതെ. കോംപ്ലിക്കേഷൻസ് ആർ ലെസ്, ഉം. പേഷ്യൻ്റ് പെട്ടെന്ന് നോർമൽ ആക്ടിവിറ്റീസിലോട്ട് തിരിച്ചു വരുന്നു. ഉം. അതെല്ലാം വലിയ വലിയ അഡ്വാൻറ്റേജസ് ആണ്. സക്സസ് റേറ്റ് നോക്കിയാൽ സർ ഡെഫിനറ്റ്ലി. എന്താ വെച്ചാൽ ഇപ്പോൾ സക്സസ് റേറ്റ് സത്യം പറയുകയാണെങ്കിൽ ഉം. സർജിക്കൽ ഇതിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഉം. കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് പറയാം. ഓ വെച്ചാൽ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്ത് സർജറി പറ്റാത്ത അല്ലെങ്കിൽ സർജറിയുടെ റിസ്ക് ഒരുപാട് കൂടുതലുള്ള പേഷ്യൻസിൽ മാത്രമാണ് പണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ സർ. പിന്നെ നമ്മളെല്ലാം സയൻസ് നമ്മുടെ ബേസ്ഡ് ഓൺ എവിഡൻസ് ആണ്. അപ്പോൾ എവിഡൻസ് നോക്കുമ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് നോക്കുമ്പോൾ പിന്നീട് അത് വളരെ പ്രോഹിബിറ്റീവ് ആയിട്ടുള്ള റിസ്ക് ഉള്ളവരിൽ നിന്ന് മാത്രമല്ല അതിലും കുറഞ്ഞ റിസ്ക് ഉള്ളവർക്കും സർജറിയുടെ അത്രത്തോളം ഈക്വലി ഇഫക്റ്റീവാണ് ഓക്കെ. എന്ന് കണ്ടതുകൊണ്ടാണ് യങ്ങർ പേഷ്യൻസിനടക്കം ഇപ്പോൾ ഓഫർ ചെയ്യാം എന്നാണ് ദിസ് ഉള്ളത്. ട്രീറ്റ്മെന്റ് അല്ലേ അതെ. സർ? ഇപ്പം സാർ പറഞ്ഞതൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. എന്നാലും ആളുകൾക്കൊരു സംശയം എന്തെങ്കിലുമൊക്കെ ഡിസഡ്വാൻറ്റേജസ് കോംപ്ലിക്കേഷൻ ഉണ്ടാവോ ഡിസഡ്വാൻറ്റേജ്? ഉറപ്പായിട്ടും. വളരെ ഗ്രേറ്റ് അപ്പൊ ക്വസ്റ്റ്യൻ. സാറിനൊന്ന് പറയാൻ ഒന്ന് പറ്റും. കോസ്റ്റ്. കോസ്റ്റ്. ഓക്കെ സർ. ഒരു സർജറിനെ അപേക്ഷിച്ചിട്ട് റഫ്ലി ഉം. ഒരു 2 to 3 ടൈംസ് വരയ്ക്ക് കോസ്റ്റ് കൂടുതലാണ്. കൂടുതലാണ്. ബിക്കോസ് ടെക്നോളജിയാണത്. Yeah. പിന്നെ രണ്ടാമത് പിന്നെ ഇപ്പം വളരെ കോംപ്ലിക്കേഷൻ ഏത് പ്രൊസീജിയറിലും ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായേക്കാം. ഓക്കെ സർ. മേജർ കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. ഓക്കെ. ഈ നമ്മൾ കാലിലത്തെ ബ്ലഡ് വെസലിലൂടെയൊക്കെയാണ് പോകുന്നത്. ഉം. ഇപ്പോൾ പ്രായം കൂടുതലുള്ളവർക്ക് ചിലപ്പോൾ കുറച്ച് ബ്ലീഡിങ് വരാം. ഉം, ഉം, ഉം. ജനറലി നമുക്കിതിനെ സർജറി ഒന്നും ഇല്ലാതെ തന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ. റെയർലി ഉം. നമ്മളൊരു സിമ്പിൾ പ്രൊസീജിയർ ആണെങ്കിൽ പോലും കോംപ്ലിക്കേഷൻസ് വന്നാൽ ഒരു മൈനർ സർജറി നമ്മുടെ ആർട്ടറി റിപ്പയർ ചെയ്യുക, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക, ഉം, ഉം. അങ്ങനെ ഇതൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന കോസ്റ്റ് ഇത്തിരി കൂടുതലാന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ഭയങ്കര. ഓക്കെ ഓക്കെ സർ. സർ ഇത് ഈ AVR അല്ലാതെ നമുക്ക് എന്തെങ്കിലും വാൽവുലാർ അല്ലെങ്കിൽ സെപ്റ്റൽ ഡിഫക്ട്സ് ഒക്കെ വന്നാൽ ട്രീറ്റ്മെന്റ് അതർ ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ മറ്റുള്ള വാൽസിന് ഓൾസോ. ഓക്കെ. ഇപ്പോൾ താങ്കൾ ചോദിച്ചില്ലോ, ഉം. അപ്പോൾ അയോട്ടിക് വാൽവിന് നമ്മളത് ആ. പറഞ്ഞു. അയോട്ടിക് വാൽവ് 2 ആണെങ്കിൽ ഇതേത് ചെയ്യാം. ഓ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ലീക്ക് ആണെങ്കിലും ഉം. ഇത് ഇന്നത്തെ തന്നെ. കാലത്ത് ഇതേ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ മറ്റേതിൻ്റെ അത്രയ്ക്കുള്ളൊരു വേൾഡ് എക്സ്പീരിയൻസ് ഇല്ല ലീക്കിന്. പക്ഷേ ടെക്നോളജി ഓരോ ദിവസവും അഡ്വാൻസ്മെൻറ്റ്സ് ഭയങ്കരമാണ്. ഓക്കെ. സോ 2 തരം, അതായത് നാരോയിങ് ഓർ സ്റ്റിനോസിസ്, ഉം. അയോട്ടിക് സ്റ്റിനോസിസിനും റീഗർജിറ്റേഷൻ ലീക്കിനും ചെയ്യാൻ പറ്റും. ഉം. ഇനി നെക്സ്റ്റ് ഇസ് മൈട്രൽ വാൽവ്. ഉം, ഉം. താങ്കൾ ചോദിച്ചല്ലോ മറ്റുള്ള വാൽവ്സ്. അതെ അതെ. മൈട്രൽ വാൽവിൽ നമുക്ക് ലീക്ക് ഉണ്ടെങ്കിൽ എല്ലാ പേഷ്യൻസിനും പറ്റിക്കൊള്ളണമെന്നില്ല. ഉം. സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് സർജറി ഇല്ലാതെ റിപ്പയർ ചെയ്യാം. അതും ഇതേ AVR. പ്രോസസ്സ് ഓക്കെ. അതിനെ റിപ്പയർ ചെയ്യാം. ഓക്കെ. അതിനെ ടിയർ എന്നൊക്കെ പറയും. ട്രാൻസ്കത്തീറ്റർ എഡ്ജ് ടു എഡ്ജ് റിപ്പയർ, എഡ്ജ് ടു എഡ്ജ് എഡ്ജ്. ടു എഡ്ജ് റിപ്പയർ. അത് ബേസിക്കലി അതിൻ്റെ 2 ലീഫ്ലെറ്റ്സ് ആണ്, വാൽവൊക്കെ ലീഫ്ലെറ്റ്സ് ആണ്. അതിനെ നമ്മൾ സർജൻ സൂച്ചർ ചെയ്യുന്ന പോലെ തന്നെ ഓ. വിത്തൗട്ട് സർജറി നമുക്കതിനെ സൂച്ചർ ചെയ്ത് ഓക്കെ. 2 ലീഫ്ലെറ്റ്സിനെ അടുപ്പിക്കാം. ഉം. ഇനി നാരോഡ് ആയിട്ടുള്ള വാൽവ്, അതിൽ ഇനിയുള്ള കാലത്ത് ഉം. സർജറി ഇല്ലാതെ നമുക്ക് മൈട്രൽ വാൽവും റീപ്ലേസ് ചെയ്യാം. ഓക്കെ. ഇത്രയും കാലം വരയ്ക്ക് പണ്ട് സർജറി ചെയ്തിട്ടുള്ള പേഷ്യൻസ്, ഉം. അത് തന്നെ ഞാൻ പ്രോബ്ലം ആയിട്ട് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഉം. അതായത് സർജറി പണ്ട് ചെയ്യുമ്പോഴൊക്കെ വാൽവ് അവർ മാറ്റി വയ്ക്കുന്നുണ്ടല്ലോ, ആ. വാൽവ് റീപ്ലേസ്മെൻറ്റ്, മൈട്രൽ വാൽവ്. ഉം. മെറ്റാലിക് വാൽവ്സ് ഉണ്ടായിരുന്നു, ടിഷ്യൂ വാൽവ്സ് ഉണ്ടായിരുന്നു. ഉം. മെറ്റൽ വാൽവ് ചെയ്തുള്ളവർക്ക് വീണ്ടും അതിൻ്റെ ഒരു കാലാവധി ഉണ്ട്. അത് കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ. വേറെസ് ഈ ടിഷ്യൂ വാൽവ്സ് ഓർ ബയോപ്രോസ്തറ്റിക് വാൽവ്സ് ജനറലി മറ്റുള്ള ആനിമൽസിൻ്റെ ടിഷ്യൂസ് നിന്നാണ് എടുക്കുന്നത്. ഓക്കെ. അതിൽ ഡീജനറേഷൻ വന്നു, വെച്ച് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞു, 12 വർഷം കഴിഞ്ഞു. അതിനെ നമുക്ക് സർജറി ഇല്ലാതെ ഇതേ പ്രോസസ്സ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഓ ഓക്കെ സർ. അത് കുറേ വർഷങ്ങളായി നടന്നു പോകുന്നതാണ്. അത് പ്രീവിയസ് വാൽ സർജറി ചെയ്തിട്ടുള്ള പേഷ്യൻറ്റ്. ഇനി ഉള്ള നെക്സ്റ്റ് അഡ്വാൻസ്മെൻറ്റ് ഇസ് അത് ചെയ്യാത്ത പേഷ്യൻസിനെയും നമുക്ക്
മൈട്രൽ വാൽവ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് ശരിക്കും ഇപ്പം അറിയാത്ത ആളുകൾക്ക് ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡെഫിനറ്റ്ലി ആൻഡ് ഡെഫിനറ്റ്ലി ഇപ്പം ഇൻ കേസ് സാറിൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് വരണമെങ്കിൽ സാർ വിൽ ഒബ്വിയസ്ലി നമ്മൾ സജസ്റ്റ്. ഓപ്ഷൻസ് കൊടുക്കും. ഓക്കെ. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും ഇത് ഇതല്ല വേണമെന്നില്ല. എന്നല്ല. ഓക്കെ സാർ. യങ്ങർ പേഷ്യൻസ്, അപ്പോൾ അവർക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും സർജറിയാണ് ഫസ്റ്റ് ഓക്കെ. ഓപ്ഷൻ കൊടുക്കാറ്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് യങ്ങറാണ്, സർജിക്കൽ റിസ്ക് കുറവാണ്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഈ ടെക്നോളജി വന്നിട്ട് നമുക്കൊരു ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് എത്ര വർഷം ഇത് വർക്ക് ചെയ്യും, റഫ്ലി പറയുകയാണെങ്കിൽ നമുക്കൊരു 10 years 8 to 10 years ആണ് പറയാൻ പറ്റുക. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതിൽ വീണ്ടും ഒരു വാൽവ് വയ്ക്കാം. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് കോസ്റ്റാണ് ഒരു പ്രശ്നം. അതെ. പക്ഷേ ഒരു 2015-16 നമുക്ക് ഒരു 20 lakhs ഒക്കെ കോസ്റ്റ് ഉണ്ടായിരുന്ന വാൽവ്സ് ഇപ്പം അതിൻ്റെ നേരെ പകുതി കോസ്റ്റിലാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് അനുസരിച്ചിട്ടും അതിൻ്റെ പ്രൈസും കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ. സർ, അതാണ് എനിക്കൊരു പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ചോദിക്കുകയാണ്. നമ്മൾ ട്രാഫിക് മൂവിയിൽ കണ്ടിട്ടുണ്ട് ഹാർട്ട് റിപ്ലേസ്മെൻറ്റ്. റൈറ്റ്. അത് വളരെ ഇങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഹാർട്ട് റിപ്ലേസ്മെൻറ്റ് സർജറീസ് ഒക്കെ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത്? അത് നമ്മൾ വേറെ ഒരു ഓപ്ഷൻസും ഇല്ലാത്ത പേഷ്യൻസിനാണ് ഹാർട്ട്, അതായത് നമ്മുടെ എന്താ പറയുക ട്രാൻസ്പ്ലാന്റ് ഇതിലോട്ട് പോകുന്നത്. ഓക്കെ. ജനറലി 2 തരം പേഷ്യൻസ് ആണ്. ബേസിക്കലി ഹാർട്ടിൻ്റെ ഫങ്ഷൻ അത്രയ്ക്ക് മോശമാവുക. ഓക്കെ. യങ് പേഷ്യൻസിന് അത് ഹാർട്ടിൻ്റെ മസിൽ ഡിസീസ്, അത് ബ്ലോക്കൊന്നും ഉള്ളതല്ല, മസിൽസ് വീക്കാവുക, ഓക്കെ. അപ്പോൾ പമ്പിങ് കുറഞ്ഞു പോകും. അങ്ങനെയുള്ള പേഷ്യൻസിന് ശ്വാസം വിട്ട് വരിക, കാലിൽ മുഖത്തൊക്കെ നീര് വരിക, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക. ആ ഒരു അവസ്ഥയിലാണ് യങ് പേഷ്യൻസിന് ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരുന്നത്. കുറച്ചുകൂടി പ്രായമായിട്ടുള്ളവർക്ക്, ഒരുപാട് പ്രായമായിട്ടുള്ളവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാറില്ല. അതിനൊരു ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ഹാർട്ട് അറ്റാക്ക്, മൾട്ടിപ്പിൾ ഹാർട്ട് അറ്റാക്സ് വന്നിട്ടും പമ്പിങ് കുറഞ്ഞു പോകും. അപ്പോൾ പമ്പിങ് ഒരുപാട് കുറഞ്ഞു പോയിട്ടുള്ളവർക്ക് മെഡിസിൻസ് കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല എന്നുള്ളവർക്ക്, ആൻഡ് നമ്പർ 3 അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലൈസേഷൻ ICUയിലോട്ട് പോകേണ്ട പേഷ്യൻസ്, അവർക്കാണ് ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഓക്കെ. ഓക്കെ സാർ. അപ്പോൾ സാർ ഇപ്പോൾ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസിനെ കുറിച്ച് പറഞ്ഞു. അതിൽ തന്നെ വാൽവുലാർ ഡിസീസസ് ഉണ്ടല്ലോ. അത് ഏതൊക്കെ വാൽവിന് എങ്ങനെയൊക്കെയാണ് സാർ ഡിസീസസ് വരിക? അതിന് എന്തൊക്കെയാണ് അതിൻ്റെ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നാരോയിങ്, സ്റ്റിനോസിസ് അല്ലെങ്കിൽ ലീക്ക്, ഓക്കെ. റീഗർജിറ്റേഷൻ. നമ്മൾ പറഞ്ഞു അതിന് ഇന്നത്തെ കാലത്ത് നമുക്കത് വിത്തൗട്ട് സർജറി, അത് നോൺ സർജിക്കൽ ട്രാൻസ്കത്തീറ്റർ വാൽവ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് പറ്റുന്നത്. അത് തന്നെ നമുക്ക് 2 തരത്തിലുള്ളതാണ് വാൽവ്സ്. അത് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ 2 ഡിസൈൻസ്. ഒന്ന് ബലൂൺ എക്സ്പാൻഡബിൾ എന്ന് പറയും. ഓക്കെ. അതായത് ഒരു ബലൂണിൽ നമ്മൾ ഒരു വാൽവിനൊരു ഫ്രെയിം ഉണ്ട്, ഒരു മെറ്റൽ ഫ്രെയിം. ഈ മെറ്റൽ ഫ്രെയിമിലാണ് ഈ ആനിമൽസിൽ നിന്നാണ് നമ്മൾ പറഞ്ഞത്, ആനിമൽ ടിഷ്യൂ എന്നാണ് നമ്മൾ എടുക്കുന്നത്. ആ ടിഷ്യൂ എന്നുള്ള അതിനെ ഒരു വാൽവിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് അത് ഈ മെറ്റൽ ഫ്രെയിമിലോട്ട് തുന്നിപ്പിടിപ്പിക്കുകയാണ്, സ്റ്റിച്ച് ചെയ്യണം, കൈയോട്ട് സ്റ്റിച്ച് ചെയ്യണം. ആൻഡ് ഇതിന് ബോഡിയിൽ കയറണമല്ലോ. ഇപ്പോൾ ഒരു വാൽവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 20 millimeters ഡയമീറ്റർ നമ്മുടെ ഒരു ഡയമീറ്റർ എടുക്കുകയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെ ബ്ലഡ് വെസലിൻ്റെ അയോട്ടിക് വാൽവിൻ്റെ ആ പൊസിഷനിലുള്ള സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വാൽവ് ചൂസ് ചെയ്യുന്നത്. ഓരോരുത്തരുടെയും വ്യത്യാസമുണ്ടാവും. ബിക്കോസ് ഓരോരുത്തരുടെ ബിൽഡ്, ഓരോരുത്തരുടെ ഹൈറ്റ്, വെയിറ്റ് എല്ലാം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബ്ലഡ് വെസൽസിൻ്റെ സൈസും വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ CT സ്കാൻ ബേസ്ഡ് ആണ് നമ്മുടെ ഇതിൻ്റെ ഏത് സൈസാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ CT സ്കാൻ, നല്ലൊരു CT സ്കാൻ വെച്ചിട്ടാണ് നമ്മളിത് ഡിസൈഡ് ചെയ്യുക. ആൻഡ് ഈ ഒരു വാൽവ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് 25 millimeter 2.5 centimeters ആണ് ഡയമീറ്റർ. 2.5 centimeters ഉള്ള ഒരു വാൽവ് നമ്മൾ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ബ്ലഡ് വെസൽ ജനറലി ഈസ് അബൌട്ട് 6 millimeters, അല്ലെങ്കിൽ അതിലും ചെറുതാവാം. ഈ നമ്മൾ പറഞ്ഞല്ലോ കാലിലത്തെ ആർട്ടറി കൂടെ പോകുന്നത്. അപ്പോൾ അതിനെ ഒന്നുകിൽ നമ്മൾ ഒരു ബലൂണിൽ അതിനെ നമ്മളൊരു സ്റ്റീൽ ഫ്രെയിം ആണെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊളാപ്സ് ചെയ്യും. അതിനെ നമ്മൾ ക്രിംപ് ചെയ്യുക എന്ന് പറയും. യൂണിഫോമായിട്ട് അതിനെ കൊളാപ്സ് ചെയ്യിപ്പിച്ച് ബോഡിയിൽ കയറ്റാം. അതാണ് ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് വാൽവ് ഉണ്ട്. അത് ഒരു പ്രത്യേക ഒരു അലോയ് എന്നാണ് വരുന്നത്, നൈറ്റിനോൾ. അതൊരു അലോയാണ്, നിക്കൽ ടൈറ്റാനിയം അലോയാണ്. അപ്പോൾ ഇതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മെമ്മറി ഉണ്ട്. അപ്പോൾ അത് വെറുതെ വെച്ച് കഴിഞ്ഞാൽ തന്നെ വാൽവ് ഓപ്പൺ ആയിട്ടായിരിക്കുന്നുണ്ട്, അതിൻ്റെ മെറ്റൽ ഫ്രെയിം. ഇതിനെ തണുപ്പിച്ചാൽ, നമ്മൾ ഐസിലിട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ ക്രിംപ് ചെയ്യാം. ടെമ്പറേച്ചർ മാറ്റും. എന്നിട്ട് ഇതേ പ്രോസസ്സിൽ ബോഡിയിൽ കൊണ്ടുവന്നു. പക്ഷെ അത് ബലൂണൊന്നുമില്ല. അവിടെ കൊണ്ട് അതേ പൊസിഷനിൽ ബോഡിയിലത്തെ ടെമ്പറേച്ചർ
നമ്മൾ റഫ്ലി പറയുകയാണെങ്കിൽ മേ ബി 36.6 അല്ലെങ്കിൽ 37 അടുത്തോട്ടുള്ള ടെമ്പറേച്ചറാണ്. മറ്റേത് ഐസ് സലൈൻ, അപ്പോൾ ഒരു ക്ലോസർ ടു 0 to 5 degrees. ഇതിൽ നിന്ന് നമ്മൾ വാൽവിനെയൊക്കെ നമ്മൾ അതിൽ കറക്റ്റായി ലോഡ് ചെയ്തു, ഉള്ളിൽ പോയി അതിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് നോർമൽ, ബിക്കോസ് ടെമ്പറേച്ചർ കൂടി. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണോ ഇതിനെ ഉണ്ടാക്കിയിരുന്നത് ഓക്കെ ആ ടെമ്പറേച്ചറിലോട്ട് എത്തുമ്പോൾ ആ ഷേപ്പ് മെമ്മറി കാരണം ദാറ്റ് ഈസ് അതൊരു സെൽഫ് എക്സ്പാൻഡിങ്. ഓക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല, ഇല്ല, ഇറ്റ് തന്നെ എക്സ്പാൻഡ്സ് ബൈ ഇറ്റ് സെൽഫ്. അതാണ് ഇറ്റ്സ് സെൽഫ് ഓൺ. എക്സ്പാൻഡിങ് വാൽവ്സ്. ഓക്കെ ഈ 2 പ്ലാറ്റ്ഫോംസ് ആണ് വേൾഡ് ഓവർ ഉള്ളത്. ഓക്കെ സാർ. സാർ അപ്പം ഈ സാർ നേരത്തെ പറഞ്ഞല്ലോ ഈ വാൽവുകൾ ചുരുങ്ങുന്നതിനെയാണ് സ്റ്റീനോസിസ് എന്ന് പറയുന്നത്. അതിന് ഈ 2 ഓപ്ഷൻസ് ആണോ 2 ട്രീറ്റ്മെന്റ്? ഓപ്ഷൻസ് ഉണ്ട്, ഓക്കെ സാർ. മറ്റേതിനും 2 ഓപ്ഷൻസ് തന്നെയാണ്. ഓക്കെ അപ്പോൾ വാൽവ് 2 തരത്തിലുണ്ട്. ആഹാ ഓക്കെ സാർ. അപ്പം സാർ ജസ്റ്റ് ഇമാജിൻ സാറിൻ്റെ ഒ പിയിൽ 2 പേഷ്യൻസ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരാളൊരു മിഡിൽ ഏജ് 45-50 ഇയേഴ്സും, ഒരാൾ കുറച്ച് എൽഡർലി ആണ്, 70-75 ഉണ്ടാവും. അപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സാറ് 2 ആൾക്കും ഈ TAVR തന്നെയായിരിക്കുമോ സജസ്റ്റ് ചെയ്യുക, അതോ എന്തെങ്കിലും അല്ല, വ്യത്യാസം അല്ല. ഉണ്ടാവും? അല്ല. ഐഡിയലി നമ്മൾ എന്താ വെച്ചാൽ ഈ ഡിസിഷൻ ഉം. നമ്മൾ ഇങ്ങനെ ഒരു ഹാർട്ട് ടീമിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ട സ്ഥലങ്ങളിലൊക്കെ ഐഡിയലി ഹോസ്പിറ്റൽസിൽ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ടാവർ ഒരു അയോട്ടിക് വാൽവ് ഡിസീസ്, നേരത്തെ പറയുമ്പോൾ അയോട്ടിക് സ്റ്റെനോസിസ് വളരെ സിവിയർ ആണ്, അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഓക്കെ നമ്മൾ വാൽവ് മാറ്റണം. എന്ത് ചികിത്സാ രീതി വേണം? വേണം. അതിൽ ഒന്ന് നമ്മുടെ കാർഡിയോളജിസ്റ്റ്, കാർഡിയക് സർജൻ, കാർഡിയാക് സർജൻ. പേഷ്യൻ്റ്, ഓക്കെ പേഷ്യൻ്റ് റിലേറ്റീവ്സ്, ഓക്കെ ഒരു ടീമായിട്ടിരുന്ന് team ഡിസ്കസ് ചെയ്യണം. അനസ്തെറ്റിസ്റ്റ് കൂടി ഉണ്ടാവും ഇതിൽ. ഓക്കെ അപ്പോൾ പുറത്തൊക്കെയാണെങ്കിൽ ഇമേജിങ്, പുറത്തെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എക്കോ കാർഡിയോഗ്രാഫി അത് നോൺ ഇൻവേസീവ് ആയിട്ട് ചെയ്യുന്നതിന് അത് സെപ്പറേറ്റ് കാർഡിയോളജി വിങ് ആണ്. ഓക്കെ നമ്മുടെ അവിടെ അങ്ങനെയല്ല. നമ്മുടെ അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എന്താണ് OP-യിൽ പേഷ്യൻറ്റിനെ കാണുന്നു, പേഷ്യൻറ്റിനെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നു, എക്കോ ചെയ്യുന്നു, ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സാണ് അതും ചെയ്യും. പുറത്ത് 2ഉം ഡിഫറെൻ്റ് ആണ്. ഓക്കെ ഈ ടാവി ചെയ്യുന്ന ഡോക്ടറാണെങ്കിൽ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ, എക്കോ അദ്ദേഹം നോക്കില്ല. ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എക്കോ കാർഡിയോഗ്രാഫർ അല്ലെങ്കിൽ എക്കോ കാർഡിയോഗ്രാഫി ചെയ്യുന്ന ഡോക്ടറുകളിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഡിസിഷനിലെത്തുക. ഓക്കെ അത് പേഷ്യൻറ്റും ഉണ്ടാവണം. പേഷ്യൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസിഷൻ മേക്കിംഗ്. യെസ്. അപ്പോൾ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് വാൽവ് മാറ്റണമെന്നുള്ള ഡിസിഷൻ. രണ്ടാമത്തേത്, അത് സർജറി വേണോ അതോ സർജറി ഇല്ലാതെ പറ്റുമോ. ഇതിൻ്റെ സർജറിക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ട്, ഓക്കെ അതിൻ്റെ കോംപ്ലിക്കേഷൻസുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്. ഏജ് വൈസ് ഏജ് വൈസ് ഡിഫറെൻറ്റ്. അപ്പോൾ താങ്കൾ ചോദിച്ച ക്വസ്റ്റ്യൻ 75 മുകളിലാണ്, സർജറിയുടെ റിസ്ക് കൂടുതലാണ്. ഓക്കെ അപ്പോൾ പറ്റുമെങ്കിൽ പിന്നെ ഇത് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് നോക്കണം. അതിനാണ് ഈ CT സ്കാൻ നോക്കുന്നത്. യെസ് സർ. അപ്പോൾ എപ്പോഴാണ് സ്യൂട്ടബിൾ അല്ലാതെ വരുന്നത്? ഒന്ന്, ഒരുപാട് കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഉണ്ട്, ഒരുപാട് ആ അയോട്ടിക് വാൽവിൻ്റെ ചുറ്റും. ഇല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് എല്ലാം പ്രായം കൂടുമ്പോൾ ബ്ലഡ് വെസൽസിനെയും എഫക്റ്റ് ചെയ്യുന്ന, അപ്പോൾ ഹാർട്ട് ഡിസീസ് വരുന്ന പോലെ തന്നെ കാലിലേക്കുള്ള ബ്ലഡ് വെസൽസ് എഫക്റ്റഡ് ആവുന്നു, കയ്യിലോട്ടുള്ള ബ്ലഡ് വെസൽസ് എഫക്റ്റഡ് ആവുന്നു. അങ്ങനെ നമുക്കൊരു വാൽവിനെ എത്തിക്കണ്ടേ, അയോട്ടിക് വാൽവിൻ്റെ പൊസിഷനിലോട്ട് എത്തിക്കണം. അത് പറ്റാത്ത അവസ്ഥ. ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സർജറി തന്നെ വേണം. അതെ. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും വെച്ചിട്ടാണ് ഇപ്പോൾ 75 ഓൾഡിൽ മേ ബി ഇന്നത്തെ കാലത്ത് അഫോർഡിങ് ആണെങ്കിൽ നമ്മൾ ടാവറാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയും. ഓക്കെ സർ. 45 ഓൾഡിലാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ സർജറി. സർജറി. സർജറിക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ട്? ആ പ്രായത്തിൽ എന്തുകൊണ്ട് റിസ്ക് വരണം? വേറെയുള്ള അസുഖങ്ങളുള്ളപ്പോൾ, സപ്പോസ് കിഡ്നി ഡിസീസ് ഉണ്ട്, ഓക്കെ ലിവർ ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലീഡിങ് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ മാത്രമാണ് നമ്മൾ ആ പ്രായത്തിൽ നോൺ സർജിക്കലിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. അല്ലെങ്കിൽ സർജറിയാണ് ഫസ്റ്റ് ചോയ്സ്.